we are learning and studying and understanding about church. നമ്മൾ ദൈവസഭയെക്കുറിച്ചാണ്. സഭ, what is church? Let me ask you, what is church? എന്താ സഭയുടെ അർത്ഥം? Assemblies of God, Church of God, Independent, IPC, or you named it. ആർക്കും ഏതും ഇടാം. മണവാട്ടി സഭ, ഇതൊക്കെയാണോ സഭ? No. Then what is സഭ? What is church? Somebody can say that. നമ്മളിത് കടന്നുപോയത് അതുകൊണ്ടാണ്. Yes, it refers to people called out from the world to be, belongs to Christ. യേശു ക്രിസ്തുവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെ പറയുന്നതാണ് സഭ. Praise God. അപ്പോൾ നമ്മൾ ചോദിക്കുക, നിങ്ങൾ ചർച്ചിൽ പോയോ? നമുക്കറിയാം, ദൈവവചനപ്രകാരമുള്ള ഒരു ചർച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ, പ്രൈസ് ഗാഡ്, ബിബ്ലിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ദൈവസഭയിൽ വന്നുകൂടുന്ന ജനത്തോടൊപ്പം നിങ്ങളും പോയിരുന്ന് ആരാധിച്ചോ എന്നുള്ളതിൻ്റെ അർത്ഥം ചർച്ചിൽ പോയത് ചോദിച്ചു കഴിഞ്ഞാൽ. അല്ലാതെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയോ എന്നുള്ളതല്ല മീനിങ്. മഴ നനയാതിരിക്കാനും വെതറിൻ്റെ കണ്ടീഷനും വരുമ്പോൾ ഒരു കൂടിയിരിക്കാൻ സ്ഥലം വേണം. ദാറ്റ് ഈസ് ഓൾ മീൻ ബൈ ക്രൈസ്റ്റ്, ഫ്രം ത്രൂ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു അത്രയേറെ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലാതെ ഒരു വലിയ ബിൽഡിങ് വെക്കുക എന്നുള്ളതല്ല. ബിൽഡിങ് വേണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ബിൽഡിംഗ് അല്ല നമുക്ക് മെയിൻ, നമ്മളാണ്. ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെയാണ് എൻ്റെ ദൈവം കർത്താവായ യേശു ഉദ്ദേശിക്കുന്ന സഭ. നമ്മൾ ആ വിഷയം ചിന്തിച്ചു പോയിരുന്നു. പ്രൈസ് ഗാഡ്. നമ്മൾ എന്നിട്ട് പഠിച്ചു, ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. പ്രൈസ് ഗാഡ്. സഭ ഒരു കെട്ടിടമല്ല. പിന്നെന്താണെന്നറിയാമോ? പ്രൈസ് ഗാഡ്, ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ബിലീവേഴ്സ്. വിശ്വസിക്കുന്നവരുടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ഒരു കൂട്ടമാണ് സഭ എന്നറിയുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗാഡ്. ഇവരുടെ പ്രത്യേകതകളെക്കുറിച്ച് നാം കേട്ടു. ഹല്ലേലൂയ. ഇവരെങ്ങനെയാണ് വളരുന്നത് അത് നമുക്കറിയാം. ബുക്ക് ഓഫ് ആക്ട്, അപ്പോസ്തല പ്രവൃത്തി നാം വായിച്ചു, അത് ചിന്തിച്ചു. ഞാനൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ ചിന്തിച്ചതെന്ന് അറിയാതിരിക്കാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. പ്രൈസ് ഗാഡ്. ദിനംപ്രതി ദൈവസഭയോട് പുതിയ ആത്മാക്കൾ ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയല്ലേ 46 വാക്യത്തിൽ വായിക്കണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 2:46-7 പറയുമ്പോൾ അവർ ദിനംപ്രതി ഒരു മനസ്സോടുകൂടി, അപ്പോൾ ഒരു മനസ്സോടുകൂടി ദിനം പ്രതി, മാസത്തിലൊന്നല്ല, അന്നത്തെ ഇതനുസരിച്ച് ദിനം പ്രതി, ഡെയിലി ദേ ആർ ഗ്യാതറിങ്. അവർ ദിനം പ്രതി കൂടി വന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയിച്ചാൽ അവർ അപ്പം നുറുക്കി, അവരുടെ ഇടയിൽ സന്തോഷം. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാ, ചിന്തിച്ചതാ. മതി. അപ്പോൾ അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. അതെല്ലാം നമ്മളിലുണ്ടാവണം, എന്നിലുണ്ടാവണം. എങ്കിലേ ഞാൻ ക്രിസ്തേശു ആഗ്രഹിക്കുന്ന സഭയുടെ അവയവത്തിൽ ഒന്നാകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. The foundation of the church, I believe that also we overcome. Am I right? ആരുടെയും മുഖം കണ്ടിട്ട് ഇങ്ങനെ സംഭവമൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും നോട്ട് എടുക്കുന്നുണ്ടോ? കാരണം നോട്ട് എടുക്കുന്നെങ്കിലേ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലേ ഞാൻ പറയാൻ നിങ്ങൾ ചുമ്മാ വെറുതെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒരു വർഷം പറഞ്ഞാലും നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈ ഉയർത്തി പറയാം, ഹലോ പാസ്റ്ററെ ഇത് പറഞ്ഞു തീർന്നാന്ന് പറയാം. സോ ഐ നോ, ഓക്കെ, എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നത് എനിക്കറിയാൻ പറ്റും. അതർവൈസ് ഐ വിൽ കീപ്പ് ഓൺ റിപ്പീറ്റ് ദിസ് ഓൺ. ഒരു റെസ്പോണ്ട് ഇല്ലാതിരിക്കുവാണെങ്കിൽ CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം? CPR നിർത്തുന്നത് എപ്പോഴാണെന്നറിയാം?
CPR കൊടുക്കുന്നത് കണ്ട് എത്ര പേരുണ്ടെന്നറിയാമോ? CPR കൊടുക്കുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 5-6 പേരൊക്കെ ഉള്ളൂ. നിങ്ങൾ പോയി കാണണം എവിടെയല്ലോ കേട്ടോ, കാണാൻ ബാക്കിയുള്ള ഇത്രയും ജനമില്ലേ, നിങ്ങൾ പോയി കാണണം. CPR 2 തെള്ള് കൊടുത്തിട്ട് നിർത്തുന്ന പരിപാടിയല്ല. അൺലെസ് ഇയാൾ ബ്രീത്ത് എടുക്കുന്നവരെ കൊടുത്തുകൊണ്ടിരിക്കും. അത് മാറി മാറി കൊടുക്കും. ലാസ്റ്റിലൊരു ഇലക്ട്രിക്കൽ ഷോക്കും കൊടുക്കും. ഒന്നും ഏറ്റില്ല, ഇതാ പിടിച്ചൊന്നും പറഞ്ഞു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? റെസ്പോണ്ട്. ഇഫ് ദർ ഈസ് നോ റെസ്പോണ്ട്, ദേ വിൽ പുഷ് ഓൺ യു. അവരിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തും, കൈയെടുക്കും. ഈ പറഞ്ഞ പോലെ ഈ പണി കേട്ടോ. നിങ്ങളിൽ നിന്ന് റെസ്പോണ്ട് വരാത്തിടത്തോളം കാലം ഇത് റിപ്പീറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. മഹത്വം, സ്തോത്രം. അപ്പോൾ സഭയുടെ അടിസ്ഥാനം, ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. എന്താ സഭയുടെ അടിസ്ഥാനം? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ ചർച്ച്? Christ. Praise God. Thank you. Jesus Christ is the founder and he is the foundation. ക്രിസ്തുവിൽ പണിയപ്പെട്ട, അതിനാണ് നമ്മൾ ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ ആ ഒരു സഭ, ക്രിസ്തുവാകുന്ന സഭയോട് ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വി സ്പ്രെഡ് ദ ഗോസ്പൽ ഓൾ ഓവർ ദ വേൾഡ്. എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് സുവിശേഷം പറയുന്നതിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ്. യു ഷുഡ് ബോൺ അഗെയിൻ. എവരിബഡി ഷുഡ് ബോൺ അഗെയിൻ. എല്ലാവരും വീണ്ടും ജനിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് the apostles and prophets laid the foundation through teaching. എന്താ രണ്ടാമത്തെ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വചനത്തിന് അടിസ്ഥാനം ഇടാൻ തക്കവണ്ണം കർത്താവ് അവരെ ഉപയോഗിച്ചു. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവസഭയുടെ അടിസ്ഥാനത്തിൻ്റെ കല്ലുകളായി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യം യേശു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോ അതർ ഫൗണ്ടേഷൻ ക്യാൻ ബി ലെയ്ഡ്. മറ്റൊരു അടിസ്ഥാനം അതുകൊണ്ട് ഇനി ഇട്ട് പുതിയൊരു സഭ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം സഭയുടെ ഫൗണ്ടേഷൻ തുടങ്ങിയത് ക്രിസ്തുവിലും അതിൻ്റെ ഫൗണ്ടർ ക്രിസ്തുവുമായതുകൊണ്ട്. മറ്റ് സഭകളുണ്ട്, സാത്താൻ്റെ സഭകളുണ്ട് അല്ലേ? ക്രിസ്തുവിൻ്റെ സഭയല്ലാത്തതെല്ലാം എന്തോ സഭയാണെന്നറിയാമോ? സാത്താൻ്റെ സഭകളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വളരുന്ന സഭയ്ക്ക് സ്വയമേ പുകഴുവാനൊന്നുമില്ല. They don't have anything to proud themselves or say anything themselves or highlight themselves. 1 Corinthians 3rd chapter 3 verse 7 മുതൽ 11 വരെ അവിടെ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ ജെയ്സൺ, ഇഫ് യു ആർ ഏബിൾ ടു റീഡ് മീ ഫോർ ഇംഗ്ലീഷ് ദാറ്റ് വിൽ ബി ഗുഡ്. ആകയാൽ വളരുമാറാക്കുന്നത് ദൈവമല്ലാതെ, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരാൾ വാട്ടറിങ് ചെയ്തായിരുന്നു, പിന്നെ പ്ലാന്റ് ചെയ്തു. ഇന്ന് ദൈവസഭകളിലെ ഏറ്റവും പ്രശ്നം എന്താ അറിയാമോ? ഇവർ രണ്ടുപേരെ, ഈ 2 ഗ്രൂപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സഭ കാണണമായിരുന്നു. ഒരു ഗ്രൂപ്പ് അത്. വേറൊരു ഗ്രൂപ്പിനെ ഞാൻ പറയുന്നത് കേട്ടതാ എൻ്റെ ചെവി കൊണ്ട്. ഈ ഫാൻ, നിങ്ങളെല്ലാം ഇരുന്ന് ഈ തണുപ്പടിക്കുന്ന ഈ ഫാൻ എൻ്റെ വകയാ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ കഷ്ടം തോന്നിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ചെയറൊക്കെ ഇല്ലേ, അതെൻ്റെ അപ്പച്ചൻ കൊടുത്തതാണ്, നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിരുന്നിട്ട് പോകാം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബിൽഡിംഗ് എൻ്റെ കുടുംബമാണ്, ഇവിടുത്തെ പാസ്റ്റർക്ക് ഞങ്ങളാ ശമ്പളം കൊടുക്കുന്നത്.
ഇന്നടത്തെ ഇന്ന കാര്യം ഞങ്ങളാ ചെയ്യുന്നത് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ദൈവസഭയിൽ ഉണ്ടായി. ദാറ്റ് ഈസ് ഡെഡ് അഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗാഡ്. അത് ദൈവസഭയിൽ വേണ്ട എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഞാൻ നട്ടു, നിങ്ങൾക്കറിയത്തില്ല ഞാൻ നട്ടതിൻ്റെ കഷ്ടപ്പാട്. വെളുപ്പിനെ ഞാൻ വന്ന് നട്ടതാ, രാത്രിയിലെല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തതാ, മഞ്ഞും മഴയൊക്കെ കളന്നിട്ട് ഞാൻ വന്ന് കഷ്ടപ്പെട്ട് ചെയ്തതാ ഇതൊക്കെ എന്ന് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പാസ്റ്റേ നമ്മൾ ഇതെങ്ങനെയാ, ഇത് ഒന്ന് ഓർക്കെങ്കിലും വേണ്ടേ? യെസ്, ഓർക്കണം. എങ്ങനെ ഓർക്കണമെന്നറിയാമോ? ദൈവമേ, അങ്ങ് എന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തല്ലോ എന്ന് നീ ഓർക്കണം. മനസ്സിലായോ പറഞ്ഞേ? പ്രഭാതത്തിൽ ദൈവസഭയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസഭയിൽ വന്നിട്ട് ബെഞ്ചിടുവാൻ, ചെയറിടുവാൻ, ക്ലീൻ ചെയ്യുവാൻ, സഹോദര സഹോദരി, ദൈവം നിന്നെ കണ്ടതുകൊണ്ടാ. നത്തിങ് ടു പ്രൗഡ് യുവർ സെൽഫ്. അല്ല, എന്നെ എന്നാലും ആരും ഒന്നും റെക്കഗ്നൈസ് ചെയ്തില്ലല്ലോ. നമ്മൾ ഇത്രയൊക്കെ വന്നിട്ടും ഞാൻ അവരൊക്കെ വന്നപ്പോൾ വേർത്ത് നിൽക്കുമായിരുന്നു. ആരും ഒരു വാക്ക് കണ്ട് താങ്ക് യു ബ്രദർ, താങ്ക് യു മോളെ, താങ്ക് യു ആൻറ്റി എന്നൊന്നും പറയാൻ അവർക്കൊന്നും. എന്തൊരു മനുഷ്യരായി ഇവരൊക്കെ. എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്ന, മനെ നീ ഈ ചെയ്തതൊക്കെയും ശൂന്യമാണ്. നീ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഇതിനൊന്നും പ്രതിഫലം നിനക്കില്ല. കാരണം എന്തറിയാമോ? യു എക്സ്പെക്റ്റഡ് സംതിങ് ഫ്രം അതേഴ്സ്. നീ ഒരു സല്യൂട്ട് പലരിൽ നിന്നും ആഗ്രഹിച്ചു. നമ്മളിത് ചോദിക്കുക, എല്ലാ ദൈവസഭയിലും ഉള്ളൊരു പ്രശ്നമല്ലേ, ഒരു പ്രത്യേക അസുഖമായത് അല്ലേ? ഇതിനെല്ലാം പാക്ക് ചെയ്ത് ഞാനാ, ഓർഡർ ചെയ്തത് ഞാനാ, ഇവിടെ വന്ന് ഈ ചെയർ ചെയ്തത് ഞാനാ. ഇതൊന്നും ആർക്കും നിങ്ങൾക്ക് പറയണ്ട. ഇവിടെ കുറേ പേരുടെ പേര് മാത്രം പറഞ്ഞ് എൻ്റെ പേര് വിട്ടുപോയി. ഒന്ന് ചിന്തിച്ച്, ഇത് ഏത് ആത്മാവാന്ന് ചിന്തിക്കണം. പിന്നെന്തോ ചെയ്യേണ്ടി? വാട്ട് ടു ഡു ദെൻ? അപ്പോൾ നിങ്ങൾ പറയുന്നത് അവരെല്ലാം ചുമ്മാതിരിക്കും, ഞങ്ങളിവിടെ വന്ന് കഷ്ടപ്പെടും. അതാണോ പാസ്റ്റർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നു യെസ്, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ എന്തൊരു സ്വഭാവമാണ് പാസ്റ്ററുടെ? നിങ്ങൾ മനുഷ്യനാണോ? നമുക്കൊരു മര്യാദയില്ലേ? എനിക്ക് ഉത്തരവുണ്ട് പറയാൻ. എന്താ ഉത്തരവെന്നറിയാം? സഹോദര സഹോദരി, പൈതലേ, ദൈവം നിന്നെ അത് ഏൽപ്പിച്ചത് കൊണ്ടാണ് നീ വന്ന് ചെയ്തത്. വേറൊരാൾക്ക് കൊടുക്കാഞ്ഞതിൻ്റെ ഉദ്ദേശം, ദൈവം നിന്നെ കൊണ്ട് പണിയാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് നിനക്ക് രാവിലെ വരാൻ, അതിനുവേണ്ടി ഓവർ ടൈം നിൽക്കുവാൻ, അതിനുവേണ്ടി സമയമില്ലാ സമയത്ത് നിൻ്റെ കുഞ്ഞിനെയും തോളത്തിട്ടുകൊണ്ട് നീ വന്നതിൻ്റെ ഉദ്ദേശം ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. ഡോണ്ട് എക്സ്പെക്റ്റ് എനി താങ്ക്സ്. പിന്നെന്തോ ചെയ്യേണ്ടി? നീ പറയേണ്ടി ഒന്നുണ്ട്, അപ്പാ എന്നെ തിരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. You understand what I'm saying? Thank you, Lord, you chosen me. ഫാൻ വാങ്ങിച്ചു കൊടുത്തന്നെ കണക്ക് പറയരുത്. കാരണം ഫാൻ വാങ്ങിച്ചു കൊടുക്കുവാൻ ഇവനെക്കാട്ടിലും നിനക്ക് പൈസ ഉള്ളത് കൊണ്ടാ നിന്നെ ദൈവം തിരഞ്ഞെടുത്ത് ആ മനസ്സ് നിനക്ക് തന്നത്. എന്നിട്ട് നീ പറയുക, ഇയാൾ എല്ലാവരുടെയും പേര് വായിച്ചു, എൻ്റെ മാത്രം പേര് വായിച്ചില്ല, ഞാൻ ഈ കിടക്കുന്ന 12 ഫാൻ എൻ്റെ വകയാ. സങ്കടം തോന്നുന്നു. സഹോദര, നീ ചെയ്തത് പേര് കിട്ടാൻ വേണ്ടിയാ. ചൂടോടെ വന്നിരിക്കുന്ന, തണുത്ത് വേർത്ത് വന്നിരിക്കുന്ന എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, അവർ ഈ ചൂടുകൾ സഹിക്കാതെ കാറ്റിൻ്റെ താഴിലിരുന്ന് അവർ ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് ഉള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കത്തില്ല എൻ്റെ പേരവിടെ പറഞ്ഞില്ല, ഈ ഫാനൊക്കെ എൻ്റെ വകയാണെന്നൊന്നും പറയില്ലെന്നേ. എന്തൊരു സങ്കടമാണെന്ന് നോക്കിയേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മനസ്സിലായോ പറഞ്ഞേ? നല്ല ഉദാഹരണം പറയാം. ഒരു
എൻ്റെ അത്രയും നിവൃത്തിയില്ലാത്ത എന്നിരിക്കട്ടെ, എന്നെ തന്നെ അങ്ങ് കൊണ്ടുവരാം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പോലെ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു, ആ കുഞ്ഞിന് ആവശ്യമായ വസ്ത്രം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അല്ലെ ആ കുഞ്ഞിന് കഴിക്കാൻ ഞാൻ ഇച്ചിരി ആഹാരം എന്നും പൊതിഞ്ഞു കൊട്ടിക്കൊണ്ടുവരും, എല്ലാം വീട്ടിലെ വരുത്തി അവന് കൊടുക്കും. അവന് ഞാൻ കൊടുക്കുന്ന ആ നല്ല ആഹാരം കൊണ്ടിട്ട്, അല്ലെ ആ വസ്ത്രം ഇട്ടിട്ട് അവൻ ഇച്ചിരി വലുതായി 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 വരികയാണ്. ഞാൻ 4 പേരുടെ മുന്നേ എന്ന് പറയുക, എടാ ഈ ശരീരം എൻ്റെ ആഹാരമായത് കേട്ടോ, നീ ഇട്ടിരിക്കുന്നത് എൻ്റെ ഉടുപ്പാണ് കേട്ടോ, മറക്കല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ യു ഫീൽ ദാറ്റ്? പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ എങ്ങനെയുണ്ട് അർത്ഥം മനസ്സിലായോ? കുറച്ചുകൂടെ വളരെ സിമ്പിളായി എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈ ഉയർത്താം കേട്ടോ, ഇനിയും സിമ്പിളാക്കാം. സ്വതന്ത്രം. ഇവനെ കണ്ടില്ലേ? ഈ കൊച്ചിനെ കണ്ടില്ലേ? എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചേൻ്റെയാ, ഞാൻ കൊടുത്താ. ഈ ശരീരമൊക്കെ എൻ്റെ മോളെ, ഞാനാ മോനെ, എടാ ഈ ശരീരം ചുമ്മാ ഒന്നുമല്ല കേട്ടോ. ഇവനെ കണ്ടില്ലേ? ഇവനെ ഈ ചെറുക്കൻ്റെ നോക്കിയേ, സുന്ദരൻ. എന്താണെന്നറിയാമോ? ഞാൻ അവനെ വളർത്തി തന്നേ, അവൻ ആഹാരമൊക്കെ കൊടുത്ത്, നല്ല ആഹാരം കൊടുത്തോണ്ടാണ് ഇന്ന് ഈ ശരീരത്തിൽ ഇത് കാണുന്നേ എന്ന് 4 പേരുടെ മുന്നേ വെച്ചത് എന്നോടൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഐ ഫീൽ ദാറ്റ്. സ്തോത്രം. ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. ഇവർക്കൊന്നും അതിന് നിവർത്തിയില്ലെന്നേ, പക്ഷേ ഞാനത് ഐ സ്പെൻഡ് ഇറ്റ്. ഈ വസ്ത്രം ഇട്ടവൻ അവിടെ വെച്ച് ഊരിക്കളയാൻ തോന്നുമോ, അതോ ഇത് ഊരി ഇതിൻ്റെ മുഖത്തെറിയാൻ തോന്നുമോ? ഒന്ന് പറഞ്ഞു നോക്കി. ശരീരം പിന്നെ മുറിച്ച് അയാൾക്ക് കൊടുക്കാനൊക്കത്തില്ല. വസ്ത്രത്തെക്കുറിച്ചാണെന്ന് വിചാരിച്ചു. ഈ സാരിയൊക്കെ ഞാൻ കൊടുത്ത പുള്ളിക്കാരി ഇട്ടുകൊണ്ട് വലിയ കാര്യത്തിൽ നടക്കുന്നത് അറിയാം എന്നൊരാൾ പറയാൻ നിങ്ങളോടൊന്നിരിക്കട്ടെ. സഹോദരിമാരെ, നിങ്ങൾ തുള്ളിച്ചാടുമോ ഇത് കേട്ടോണ്ട്, അതോ നിങ്ങളുടെ ഹൃദയത്തിന് വേദന വരുമോ? ഇതേ അനുഭവമാണ് സഭയിൽ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ പേര് വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്രിസ്തുവിൻ്റെ ചിന്ത ഇതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനാ നട്ടതെന്ന് പറയരുത്, ഞാനാ ഇതിന് വളമൊഴിച്ചത്, ഞാനാ രാവിലെ എഴുന്നേറ്റ് വെള്ളം ഒഴിച്ചതെന്ന് പറയരുത്. കാരണം വെള്ളം ഒഴിക്കുവാൻ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ് നീ വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിക്കുവാനുള്ള കഴിവ് നിനക്ക് ദൈവം തന്നതുകൊണ്ടാണ് നീ അത് ചെയ്തത്. കാരണം നിന്നെപ്പോലെ പലർക്കും വെള്ളം ഒഴിക്കുവാൻ കഴിയാതെ ഇരിപ്പുണ്ട്, നിന്നെപ്പോലെ പലർക്കും നടുവാൻ കഴിയാതെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവം നിന്നെ കണ്ടതിൻ്റെ ഉദ്ദേശം, യു ആർ ദ വൺ ഓഫ് ദ സ്റ്റോൺ ഫോർ ദ ക്രൈസ്റ്റ്. ഇവിടെ ആരും കൃപയാൽ ആ മനോഭാവം ഉള്ളവരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. പക്ഷേ നാളെ ഇത് നമ്മളിലൊരു പക്ഷേ ഉണ്ടായേക്കാം. ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായേക്കാം. ദൈവത്തിന് മഹത്വം. ആഴമായിട്ട് ചിന്തിക്കണം കേട്ടോ. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് പറയാനുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആഹാരം കൊടുത്തത്, ഇനി നിങ്ങൾ കൊടുക്ക്. എപ്പോഴും വെച്ചോണ്ട് വരാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? സഹോദര, കഴിഞ്ഞ വേളയ്ക്ക് ഒരാൾ നിവൃത്തിയില്ലാത്ത ഒരാൾ നിവൃത്തിയുള്ളയാളിനെ എന്ന് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഹു ഈസ് നീഡി, ബട്ട് ദ പേഴ്സൺ who ask or reporting or asking little bit higher level person, എനിക്കിങ്ങനെയൊക്കെയുള്ള ചില ആവശ്യങ്ങളുണ്ട്, ചില പ്രയാസങ്ങൾ. അത് ജെന്യൂൻ ആയിരിക്കണം കേട്ടോ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അത് റിയൽ ആയിരിക്കണം, അല്ലാതെ അവൻ്റെ പോക്കറ്റിൽ എൻ്റെ പോക്കറ്റിൽ വരാൻ വേണ്ടിയുള്ള ചില ട്രിക്കുകളും കത്തുകളും അല്ല ഞാൻ ഈ പറയുന്നത്. ജെന്യൂൻ കേസാ എന്നിരിക്കട്ടെ. അപ്പം അത് കൊടുത്തിട്ട് പിന്നെ പറയും, എനിക്കിനിയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി പൈസ അയച്ചു കൊടുത്ത് അവർ ഹോട്ടലിൽ പോയി കഴിച്ച്
രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും. അവർ ഹോട്ടലൊന്നും കഴിക്കേണ്ട ആവശ്യം എന്തിനാ? ഇല്ലെങ്കിൽ വലിയ മീൻ വാങ്ങിച്ചെന്നേ, വലിയ മീൻ വാങ്ങിച്ച് കഴിക്കുക. ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഒരാൾ ചെന്നപ്പോൾ അവിടെ ഭയങ്കര മീൻ കറിയൊക്കെ കഴിക്കും. കാരണം എന്താണെന്നറിയാം മനസ്സിലിരിക്കുന്നേ, അത് എനിക്കേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കത് കഴിക്കാൻ അവനത് കഴിക്കാൻ പറഞ്ഞിട്ടില്ലെന്നേ. ഞാൻ ചെന്നപ്പോൾ ആ ചെറുക്കൻ്റെ കാലയിൽ ഷൂ കിടക്കുന്നത് കണ്ടു. പൈസ ഇല്ലെന്നാണ് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇവരതൊക്കെ വാങ്ങിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കൊച്ചിറക്കൻ ജീവിതത്തിൽ ഷൂ ഇടണ്ടേ? ഇവർക്കൊരിച്ചിരി നല്ല മീൻ വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യമില്ലേ? സോ ഞാനതിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ഐ ആം ബ്ലസ്ഡ് മോർ ദാൻ യു. മനസ്സിലായി പറഞ്ഞേ? ഐ ആം ബ്ലസ്ഡ് മോർ ദാൻ യു. ഞാൻ നിന്നെക്കാട്ടിലും അനുഗ്രഹിച്ച, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നിനക്കൊരു നേരത്തെ ആഹാരം തരുവാൻ, നിൻ്റെ കുഞ്ഞിന് ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുവാൻ, നിന്നെ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യുവാൻ എൻ്റെ സർവശക്തൻ നിന്നെക്കാട്ടിലും എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നടന്നത്. അതാ സഭ. You understand what I'm saying? അതാണ് സഭ. പ്രൈസ് ഗാഡ്. അങ്ങനെ ചെയ്യുന്ന എല്ലാ ദൈവമക്കളും വാസ്തവമായി സഭയുടെ എണ്ണത്തിൽപ്പെടുന്നതാകട്ടോ. അത് ചെയ്തിട്ട് ദൈവമക്കളെ ഒരു കാര്യം ചെയ്യണമേ, ഒരു കാര്യം നാം ഓർപ്പിക്കട്ടെ. നാം ചെയ്യുന്നതൊക്കെ ക്രിസ്തുവിലാണെങ്കിൽ മടുപ്പുണ്ടാവത്തില്ല. അതേ, പക്ഷേ എന്നെ ഹൈലൈറ്റ് ചെയ്തില്ല എന്നൊരു തോന്നൽ എന്നിൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ എൻ്റെ സകല പണി നിർത്തും. കാരണം ഒരു പ്രയോജനമില്ല, ആരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്തില്ലെന്നേ. പക്ഷേ എൻ്റെ ഹൃദയം പറയേണ്ടത് അങ്ങനെയല്ല. ബ്രദർ, പാസ്റ്റർ, സിസ്റ്റർ, I don't mind you remember me or you ignore me. I done everything for the Christ. In the name of our Lord Savior Jesus Christ. ഞാൻ ക്രിസ്തുവിലാണ് ഇതൊക്കെ ചെയ്തത്. കാരണം എന്നെ ദൈവം അതിന് പ്രാപ്തനാക്കി. പ്രൈസ് ഗാഡ്. എന്നെ ദൈവം അതിന് പ്രാപ്തനാക്കി. ഹല്ലേലൂയ. അടുത്തത് പറഞ്ഞത് എന്താണെന്നറിയാമോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആക്കിയല്ലോ. നടുന്നവനും നനയ്ക്കുന്നവനും 0. പക്ഷേ വളർത്തുമാറാക്കുന്ന ഒരുവനുണ്ട്, നിന്നെ പ്രാപ്തനാക്കിയ ഒരുവനുണ്ടെന്നർത്ഥം. നിന്നെ എന്നെയും പ്രാപ്തനാക്കിയ ഒരുവനുണ്ട്. Give praise to him and thanks to him and say, Lord, thank you for choosing me. എന്നെ തിരഞ്ഞെടുത്തതിനായി ഞാൻ നന്ദി 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 അപ്പാ നന്ദി. മതിയെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവവും കീപ്പ് ഓൺ കണ്ടിന്യൂ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവമാണ്. You understand what I'm saying? Done. It's too much. It's over എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം. പക്ഷേ കർത്താവ് പറയുന്നു ക്യാരി ഓൺ. നീ കോരുന്നതനുസരിച്ച് നിറയ്ക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. Praise you Jesus. Hallelujah. അടുത്ത വാക്കെന്ന് പറഞ്ഞറിയാമറിയോ? ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്നേ. ഇനി ഒരു കാര്യം അവിടെ റിവേഴ്സ് ചെയ്യാൻ പോകട്ടോ. ആ റിവേഴ്സ് ചെയ്യുമ്പോൾ ഓർത്തോണേ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. വെയിറ്റ് മിനിറ്റ്, മുമ്പേ എന്തുവാ കേട്ടെ? കൊടുക്കുന്നവനും നനച്ചവനും നട്ടവനും ഒന്നും, ഇത് ബിൽഡ് ചെയ്തവനും ഉണ്ടാക്കിയവനും ഒന്നും പ്രൗഡാകണ്ട, അതങ്ങ് ചെയ്തു പോയാൽ മതി. ഇനി ഒരു കൂട്ടരുണ്ട്, ഇത് അനുഭവിക്കാൻ മാത്രം ഇരിക്കുന്നവർ. താഴത്തെ വാക്യം എന്തോന്നറിയാമോ? ദൈവസഭയിലുള്ള എല്ലാവരും കൂട്ടുവേലക്കാരാണെന്നേ. ഒരുവൻ കൊണ്ടുവരുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ പിടിക്കാം, കൂട്ടുവേലയത്. അയാൾ ഓർഡർ ചെയ്ത് അയാൾ കൊണ്ടുവരട്ടെ. ഇപ്പം നമ്മൾ ഉടനെ പോയി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കൂട്ടുവേലയല്ല, അത് വേലയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ചെയറ് ഒരു സഹോദരൻ എടുക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടത് അല്ലെ അവർ ചെയ്യേണ്ടത്? നോ. കൂട്ടുവേലയാണെങ്കിൽ നീ പോയി അടുത്ത ചെയറിനെ ബ്രദറെ തന്നെ എടുക്കണ്ട, ഞാനിവിടെ ഐ വിൽ ഹെൽപ്പ് യു. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. കൂട്ടുവേലക്കാരാന്നേ. നിങ്ങളെന്തോ മട്ടൻ കറിയാണോ? നിങ്ങളോ ചോറ്? നിങ്ങളോ സാമ്പാർ? ഞാൻ ഇന്ന് ഇച്ചിരി സമ്മന്തി അരയ്ക്കണം. എനിക്ക് സമ്മന്തി അരയ്ക്കാനുള്ള ഒരു വകുപ്പേ ഉള്ളെന്നേ, അതേ അറിയത്തുള്ളൂ, ഒന്നും വേണ്ട. ഞാൻ എന്നാൽ ഇച്ചിരി തൈര് വാങ്ങിക്കാം. ഞാനൊരു ഉദാഹരണം പറയുക കേട്ടോ. നമ്മൾ ഈ മലയാളി കൾച്ചർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷുകാരാണേ വേറെ എൻ്റെ അടുത്തുണ്ട് പറയാൻ. പ്രൈസ് ഗാഡ്. ഇതാ കൂട്ടുവേല. കൂട്ടുവേല. അത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തൈര് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മളിനി ആ ചോദിക്കുന്ന പരിപാടി നിർത്തി. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാ. ഞാൻ വലിയ കാര്യത്തിൽ ചോദിച്ചാ വേണ്ടാന്ന് പറഞ്ഞു. നമ്മളെ അടുപ്പിക്കത്തില്ല. അവിടെ അടുപ്പിക്കാഞ്ഞിട്ടല്ലെന്നേ, ഇപ്പോഴത്തേക്കുള്ളതായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണെന്നേ. പക്ഷെ നിനക്ക് ആ മനോഭാവം മതി ദൈവം കാണാൻ. നിന്നിൽ ആ മനോഭാവം ഉണ്ടാക്കണം. പ്രൈസ് ഗാഡ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പഠിക്കുക കേട്ടോ. അങ്ങനെയാ. ആ ടേബിൾ പിടിച്ചിടാൻ നിനക്കൊരു മനസ്സുണ്ടാവണമെന്നേ. ചിലപ്പോൾ നീ 4 പേര് പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ 2 പേര് ചെയ്യുമ്പോൾ പിന്നെ പാസ്റ്റർ പറയുന്ന കൂട്ടുവേല, ഞാൻ എൻ്റെ കൂടെ 3-ാമത്തെ പിടിക്കാൻ സ്ഥലമില്ലല്ലോ, വേണ്ടാന്നേ, നിനക്ക് മനസ്സ് മതിയെന്നേ. മനസ്സിലായോ പറഞ്ഞേ? ആ മനസ്സ് മതി. ഞാനും കൂടെ ഐ ആം ഹിയർ. പ്രൈസ് ഗാഡ്. ഞാനും കൊണ്ടിവിടെ. ഹല്ലേലൂയ. ചവിട്ടിപ്പോകുന്നവരുടെ മോളിൽ കയറി ചവിട്ടിപ്പാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം അറിയാതെ ചവിട്ടിപ്പോയെങ്കിലും ഞാൻ ചവിട്ടാതെ പോകാം എന്ന് ചിന്തിക്കുക മനോഭാവമാണ്. ഒരുത്തൻ കിടക്കുന്ന കാര്യം, അല്ലാതെ അഴുക്ക് കണ്ട അവിടുന്ന് മാറിപ്പാനല്ല പറഞ്ഞത്. അത് ക്ലീൻ ചെയ്യണം കേട്ടോ, അതല്ല പറഞ്ഞ ഉദ്ദേശം. ദൈവമക്കളെ, ദൈവസഭ എന്ന് പറയുന്നത് ആഴമായി പഠിച്ച ജീവിതത്തിൽ പ്രാക്ടിക്കൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മൾ ആ വാക്യം പോലും വായിച്ചില്ല. ഇതൊരു ദിവസം കൊണ്ട് പറഞ്ഞു തീർത്ത് പഠിക്കാവുന്നൊരു വിഷയമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി വരേണ്ടതാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ കൂട്ടുവേലക്കാരാ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയൊന്നും പറയാൻ നിങ്ങൾക്ക് ആർക്കും ഒരു അവകാശവും ഇല്ലെന്നർത്ഥം. ഞാനാന്ന് പറയരുത്. കൂട്ടുവേലക്കാരാ ദൈവസഭയിലുള്ളത്. അടുത്ത് എന്താ പറഞ്ഞറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. ഉയ്യോടാ, ഞാൻ വിചാരിച്ച എൻ്റെ കൃഷിയാന്ന്. അല്ലെന്നേ, എന്നെ ദൈവം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു സീഡാ. He planted me for support you, for comfort you, provide you, to help you, be with you. ഇതാ ഈ കൃഷി, ദൈവം ആക്കിയ കൃഷിയാന്ന് ഞാനേ. പ്രൈസ് ഗാഡ്. അടുത്തത്, ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും മേസന്മാരാണ് എങ്ങനെയാ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്? ഒരു കോൺട്രാക്ടർ പണി കൊടുത്തു കഴിഞ്ഞാൽ മേക്കാട് പറയുക, ഹെൽപ്പർ പറയുക, എടോ ഇയാൾക്ക് എപ്പോഴും സിമെൻറ്റ് കോരി തരുന്നതല്ല എൻ്റെ ജോലി, ഞാനും ഒരു കരണ്ടി ഇങ്ങോട്ട് കൊടുത്ത് ഞാനും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പേരെ വിളിച്ചെന്ന് വിചാരിച്ചു. 20 പേര് മേസ്തിരിമാരാ, പണി നടക്കുമോ? എഞ്ചിനീയർ എത്ര ഉണ്ടാവുമെന്ന് അറിയാമോ? 1-2 എഞ്ചിനീയർ. ഇവൻ നോക്കുമ്പോൾ ഇവൻ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് വലിക്കുന്നു, ഇവിടുന്ന് അവൻ എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാനും നാളെ ആയിരിക്കുക, എനിക്കും ഒരു എഞ്ചിനീയറായ കുഴപ്പമെന്തോ, ഞാനും ഇത് തന്നെ ഈ പണി ഇങ്ങനെ അങ്ങോട്ട് പുറകോട്ട് എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കും അവിടെ. എല്ലാവരും അങ്ങ് എഞ്ചിനീയർമാരാ. പണി നടക്കില്ലെന്നേ. ഈ ഗ്രഹനിർമ്മാണത്തിൽ എല്ലാവരും ഇൻവോൾവാണ്. God given you a part, God given you a different part, God given you a different part. Don't try to steal or expect his part for you. Your part, don't expect her part. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ പണി നിന്നെ ദൈവം നീ ഒരുമിച്ച് ചെയ്തെങ്കിൽ മാത്രമേ, സ്തോത്രം, ഈ ബിൽഡിംഗ് തീർക്കാൻ പറ്റത്തുള്ളൂ. ദൈവസഭയാകുന്ന ദൈവത്തിൻ്റെ ആത്മീയ ഗ്രഹം പണിയണമെന്നുണ്ടെങ്കിൽ do your responsibility, fulfill your responsibility. Don't look at for him, don't look at for her, let her do it. No, that is എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. Hallelujah.
ഇതിപ്പോൾ കോമൺ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ച് ക്ലോസ് ചെയ്യാം. ബിക്കോസ് ഇസ് ടൈം ഈസ് ടു മച്ച് ഇസ് ഗോയിങ്. നമ്മൾ പറയുന്നത് ഗ്രഹനിർമ്മാണം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഗ്രഹനിർമ്മാണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫിനിഷിങ് നടക്കത്തില്ലെന്നേ. അപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇഗ്നോറൻസ് ദൈവസഭയിൽ പാടില്ല. ഇഗ്നോറൻസ്. പ്രൈസ് ഗാഡ്. പല സഭകളിലും നമ്മൾ നോക്കിയാൽ അറിയാം, ആര് വന്നു ആര് പോയി, ഹൂ കെയർസ്, ഹൂ നോസ്, നോബഡി നോസ്. നമ്മൾ നമ്മുടെ സഹോദരനെ കണ്ടിട്ടാ ആരാധിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ അവരോട് ഞാൻ പോവാ കേട്ടോ എന്ന് പറയാനുള്ള മനസ്സില്ലാതെ പോകരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. നമുക്ക് പോവുകയൊക്കെ ചെയ്യാം, നമ്മുടെ ഹാബിറ്റും നമ്മൾ ശീലിച്ചു വന്നു അങ്ങനെ ആയതുകൊണ്ട്. ഇയാളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇയാളോട് പറഞ്ഞിട്ട് പോയില്ലേ ഞാൻ എന്താ വീട്ടിൽ ചെല്ലത്തില്ലയോ, ഇതാ നമ്മുടെ മനോഭാവം. മനസ്സിലായോ പറഞ്ഞേ? ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരടങ്ങി മുങ്ങിക്കളെ. കാരണം എന്താ അറിയാമോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 100 പേര് വന്ന് 100 കാര്യം ചോദിക്കും. നമുക്ക് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് കേട്ടോ. തുരന്നെടുക്കുന്നവരാ നമ്മൾ മലയാളികൾ പറയുന്നുണ്ട്. തുരന്നെടുത്തുകളെ നമ്മൾ ആ ഹാബിറ്റ് ആദ്യം അങ്ങ് മാറ്റണം. എന്നിട്ട് കൂട്ടുവേലക്കാരാ നമ്മൾ ഒരുമിച്ചുള്ളവരാ. പ്രൈസ് ഗാഡ്. കാരണം എന്തറിയാമോ? ഒരു കല്ലിനും പ്രത്യേകിച്ചൊന്നും പ്രത്യേകത പറയാനില്ലെന്നേ. നീ ഞാനും മൂലകിരിക്കുന്നവനും നടുക്കിരിക്കുന്നവനും എല്ലാം ഈ ബിൽഡിംഗ് മേപ്പോട്ട് പണിയെന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതാ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം. എൻ്റെ മീതെ പണിയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ലടേ. എങ്ങനെയുണ്ട്? എൻ്റെ പാട്ടിനെക്കാട്ടിലും കൂടുതൽ ആരും കയറി പാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ സ്റ്റേജ് ഞാനും അല്ലാതെ ഒറ്റ മനുഷ്യൻ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ സീറ്റാണ് ഇരിക്കരുത് വേറൊരുത്തം കയറി. അത് എനിക്കുള്ളതാണ്. എൻ്റെ മൈക്ക് മനെ അതൊന്ന് മാറ്റി വെച്ചേരടാ. ഈ മൈക്ക് ആർക്കും കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നടക്കുക പണിയാൻ. സെൽഫിഷ് എന്നാണ് പറയുന്നത്. ദൈവസഭയിൽ സെൽഫിഷ് വേണ്ട, പാടില്ല. എൻ്റെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റൊരുത്തൻ അതിനു മീതെ പണിയണമെങ്കിൽ നീ ചിലത് പണി ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ മറ്റൊരുത്തർ പണിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നും ദൈവസഭകളിൽ അങ്ങനെയല്ല. ഞാൻ മാറിക്കഴിഞ്ഞാൽ എൻ്റെ മോളിൽ ഒരുത്തം വന്ന് പിന്നെ പണിയരുത്. അതോടുകൂടി മനസ്സിലാക്കണം ഞാൻ ആരാരെന്നുള്ള കാര്യം. എൻ്റെ വില മനസ്സിലാക്കണം. മനസ്സിലായോ പറഞ്ഞേ? ഒരു ദിവസം സാജൻ പാസ്റ്റർ സഭയില്ലെങ്കിൽ സഭ പൊളിഞ്ഞ് നാറാണക്കല്ലാകണം. ഒരു വ്യക്തി പോലും സഭയിൽ വരരുത്. ഒരുത്തനും സ്തോത്രം പറയരുത്. എന്നാലേ സാജൻ പാസ്റ്ററുടെ ആരാന്ന് മനസ്സിലാകത്തുള്ളൂ. സാജൻ പാസ്റ്ററെ കുറിച്ച് അറിയണമെങ്കിൽ നോ, യു ആർ റോങ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ അഭാവത്തിൽ മറ്റൊരുത്തനെ ബിൽഡ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഒരുവൻ ഹല്ലേലൂയ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ വേറൊരുത്തൻ ബിൽഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതാ ദൈവസഭ. പ്രൈസ് ഗോഡ്. അടുത്തത്, താൻ ഇങ്ങനെ പണിയുന്നുവെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ? നിങ്ങൾ ഞാൻ പറഞ്ഞേ താൻ ഇങ്ങനെ പണിയണമെന്ന്. എന്നാൽ വേദോസ് എഴുതിക്കുന്നത് എങ്ങനെ പണിയണമെന്നാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പണിയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മുമ്പേ പറഞ്ഞ പോലെ പുള്ളി ചെയ്തല്ലേ പുള്ളിയിട്ട്. അങ്ങനല്ല. വാട്ട് ഷാൽ ഐ ഡു, വാട്ട് ക്യാൻ ഐ ഡു, എന്തെനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം
വായിക്കണ്ട കേട്ടോ. എഫേഷ്യൻസ് നോട്ട് എടുക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 30 and 21. ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. പ്രൈസ് ഗാഡ്. അപ്പോൾ ഒരു വിശുദ്ധ മന്ദിരമായി വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നെക്സ്റ്റ് ടൈം നമ്മൾ ചിന്തിക്കുന്നത് സഭയുടെ ലക്ഷ്യം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്താ പഠിക്കാൻ പോകുന്നത്? ഞാൻ മറന്നുപോയാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദ പർപ്പസ് ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ പർപ്പസ്. അതാ നെക്സ്റ്റ് ടൈമിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാൻ ഇടയാകട്ടെ.